പിടിച്ചിട്ടു മല്ലാരിതാൻ കുശലം വിചാരിച്ചു നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു. എത്രയും ബുദ്ധിമാനുത്തമഭൂസുരസത്തമനാവേ സഖാവാഭവാനി ഇഷ്ടാനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടകാര്യാർത്ഥമായി വേണ്ടിയതു ചൊൽകടോ. നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നിതോ നിഷ്കൽമഷനാം സഖേ തവ മാനസേ ഭാര്യ സുത ധന സംസാരമെന്നതിൽ കാര്യമുഖം ഭവാനില്ല എന്നു മുന്നമേ ഞാനറിഞ്ഞത്രയിരിക്കുന്നു. ഇതെങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്ന് ലോകോപകാരമായി ചെയ്യുകയും വേണമേ. ബ്രഹ്മചര്യം പൂണ്ട് നാം ഗുരുപുത്തനെ ബ്രഹ്മസൗഖ്യത്തോട് തുല്യം വസിച്ച നാം തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിതോ? സദ്ഗുരുഭക്തിതൻ വാക്കിനാൽ നാം ചെന്ന് സത്വരം കാടകം പൊക്കും വിറകിനായി. അപ്പോൾ നിശീതികാലവും വർഷവും കൽപ്പോടും വന്നു കുളിരും പുറത്തുവനേ കരങ്ങളും തമ്മിൽ വഴിവിട്ട് അഭിന്നമായി ധൈര്യം വിട്ടുറങ്ങീട. അപ്പോൾ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിതു. പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നോടെ കാരുണ്യമോട് നമ്മെ തിരിഞ്ഞെത്തി പിടിച്ചു പുണർന്നതും ഓർത്തുക. അന്ന് ഗുരു അരുൾ ചെയ്തു, നിങ്ങൾക്കിന്ന് വന്നു സമസ്ത ഗുണങ്ങൾ എന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും. ഇത്തരം നമ്മോടും എത്രയും ആശിസ് നൽകിയില്ലയോ? ഇന്നും ഓരോന്നോ നാം ഒന്ന് കളിച്ചത് നന്നായി മറന്നിതോ? തോന്നുന്നിതോ സഖേ? സദ്ഗുരുതങ്ങളുടെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും നൃണ. ഇത്തരം മാധവ വാക്യങ്ങൾ കേൾക്കുക ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിന. നമോ നാരായണ നിഗമ സകല കലാവിന്ദുക സമസ്താത്മകം ഭവാൻ നാനാചരാചര ലോകത്തിനൊക്കെ സ്ഥാനമാനിൽക്കും പരമഗുരു ഭവാൻ. സാന്ദീപനിഗ്രഹേ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നത് അത്ഭുതം എത്രയും യുദ്ധം കുചേരഞ്ജകൽപ്പതി തന്നു. ഉത്തരം ചൊന്നത് കേട്ടുമോലത്തോട് അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലില്ല. നിശ്ചല സൽഗുണവാരിധേ നിശ്ചല സൽഗുണവാരിധേ നീ
അപ്പോഴേ ഞാൻ ഭുജിച്ചിടുമറിയും ഭക്തരായ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ച് അറിയും നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായുള്ള വണ്ണങ്ങൾ നല്ലവണ്ണം വ്യക്തമായി വരുമെങ്കിലും അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോക